മിഡ് ക്യാപ് സ്മാൾ ക്യാപ് സ്റ്റോക്കുകളിൽ വന്ന ഹെവി സെല്ലിങ്ങിൻ്റെയും അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന നെഗറ്റീവ് ന്യൂസിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസവും ഇൻഡെക്സ് 0.72% അല്ലെങ്കിൽ 168 പോയിന്റ് ഇടിഞ്ഞ് 23,349 ക്ലോസിംഗ് നൽകി. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഒട്ടുമിക്ക ഇൻഡിസസുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റി PSU ബാങ്ക് 3%, നിഫ്റ്റി മെറ്റൽ, മീഡിയ തുടങ്ങിയ ഇൻഡെക്സുകൾ 2%-ഓളവും ഇടിഞ്ഞു. എന്നാൽ നിഫ്റ്റി റിയാലിറ്റി 1%-ഓളം ഉയരുകയും നിഫ്റ്റി IT 0.5%-ഓളം ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിക്കുന്നത്, രണ്ടാമത്തേത് കമ്പനികളുടെ Q2 സെഷനിലെ മോശം പെർഫോമൻസ്, മൂന്നാമത്തേത് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ്, അതായത് കൈക്കൂലി ആരോപണത്തിൽ അദാനി ഗ്രൂപ്പ് ചെയർമാനായ ഗൗതം അദാനിക്കെതിരെ US കോർട്ട് കുറ്റപത്രം നൽകിയത് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ ഒരു ഇടിവിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ഇനി ഓരോരോ കാരണങ്ങളായി പരിശോധിക്കാം. ഒന്നാമത്തേത് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ വന്ന നെഗറ്റീവ് അപ്ഡേറ്റ്. ന്യൂയോർക്ക് കോർട്ട് ഗൗതം അദാനിക്കെതിരെ കൈക്കൂലി കുറ്റാരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പിലെ പല സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഒഫീഷ്യൽസിന് അദാനി $250 മില്യൺ ബ്രൈബ് അല്ലെങ്കിൽ കൈക്കൂലി നൽകി എന്നതാണ് ഏറ്റവും പ്രധാന ആരോപണം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട്, അദാനി എനർജി, അദാനി ഗ്രൂപ്പിലെ ഈ ഡീലുമായി വളരെ വലിയ ബന്ധമൊന്നുമില്ലാത്ത അംബുജ സിമൻറ്റ്, ACC സിമൻറ്റ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. മാർക്കറ്റ് തുടർച്ചയായി ഇടിയുന്നതിന് പിന്നിലെ രണ്ടാമത്തെ കാരണം Q2 സെഷനിലെ കമ്പനികളുടെ മോശം പെർഫോമൻസ് ആണ്. BSEയിൽ ലിസ്റ്റഡായ 2996 കമ്പനികളുടെ കമ്പൈൻഡ് റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കമ്പൈൻഡ് റവന്യൂ 9.5% വർദ്ധിച്ചത്. ഇപ്രാവശ്യം കമ്പൈൻഡ് റവന്യൂ 8.1% വർദ്ധിച്ചത്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ കമ്പനികളുടെ കമ്പൈൻഡ് ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവിടെ റവന്യൂവിൽ ഇടിവ് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയുമില്ല. കഴിഞ്ഞ വർഷം 4.4% പ്രോഫിറ്റ് ഗ്രോത്ത് നേടിയെടുത്ത് ഇപ്പോൾ 3.3% പ്രോഫിറ്റ് ഗ്രോത്ത് ഇടിഞ്ഞു. മെറ്റൽസ്, സിമൻറ്റ്, കെമിക്കൽസ്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സിക്ലിക്കൽ നേച്ചർ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ ദുർബലമായി തുടരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു പ്രധാന കൺസേൺ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈന് അമേരിക്ക അനുവാദം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പിൽ ആണവ ഭീഷണി ഉയർന്നു. കൂടാതെ റഷ്യ അതിൻ്റെ ആണവ നയങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മോശമാവുകയും ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് കനക്കുകയാണ്. ഇന്നത്തെ ദിവസവും ഏകദേശം 4000 കോടി രൂപയ്ക്ക് മുകളിലുള്ള സെല്ലിംഗ് ആണ് നടത്തിയത്. ഒക്ടോബർ മാസത്തിൽ മാത്രം 94,017 കോടി രൂപയുടെ സെല്ലിംഗ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇതുവരെ നവംബർ മാസത്തെ 19-ാം തീയതി വരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 25,942 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇനി മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലുകൾ കൂടി മനസ്സിലാക്കാം. നിഫ്റ്റി 200 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. മാർക്കറ്റ് ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ വീക്കാണ്. 23,100, 22,800 തുടങ്ങിയവയാണ് ഇനി നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടുകളായി കണക്കാക്കുന്നത്. അതേസമയം 23,800, 24,200 തുടങ്ങിയവ പ്രധാന റെസിസ്റ്റൻസ് സോണുമാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,350 ഒരു ക്രൂഷ്യൽ ലെവലാണ്. 23,400 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 23,500, 23,550, 600 തുടങ്ങിയ സോണുകളിൽ സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡ് അനുസരിച്ച് മാർക്കറ്റ് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 23,250 താഴെ മാർക്കറ്റ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ 23,175, 23,150, 22,800 തുടങ്ങിയ ലെവലുകളിലേക്കായിരിക്കും മാർക്കറ്റ് ഇടിയുക.